കവിയും കാലവും എൻ കക്കാട് എന്ന സാഹിത്യ ചർച്ചയിലേക്ക് എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതും ആമുഖമായി ഒന്ന് രണ്ട് വാക്കുകൾ പറയുക എന്നതുമാണ് എൻ്റെ ദൗത്യം. ഇന്നത്തെ പരിപാടിയിൽ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ അംഗങ്ങളാണ് എന്നത് തന്നെ അവരെക്കുറിച്ച് വിശദമായ ഒരു പരിചയപ്പെടുത്തലിന് പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണനാണ്. ടീച്ചറെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗുരുസ്ഥാനീയനായ ഡോക്ടർ എസ്.കെ. വസന്തൻ സാറാണ്. സാറിനെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ കെ രഘുനാഥൻ, ഇപ്പോൾ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന പ്രശസ്ത കവി ഡോക്ടർ ജെ പ്രമീളാദേവി, സാഹിതിയുടെ എല്ലാമായ ഉണ്ണികൃഷ്ണൻ സാർ, കവിതകൾ അവതരിപ്പിക്കുന്ന ചന്ദ്രമോഹൻ, ശ്രീ ശരത് കുമാർ, നന്ദി പ്രകാശിപ്പിക്കുന്ന അനുജ, സദസ്സിലിരിക്കുന്ന സമാന ഹൃദയർ ഓരോരുത്തരെയും സാഹിതിയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഇനി ഇന്നത്തെ വിഷയത്തെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ. മലയാള കവിതയിലെ ആധുനികതയുടെ ദീപ്തമായ ഒരു അധ്യായം കുറിച്ച കക്കാടിനെ ഒരു എക്സ്പെരിമെന്റൽ പോയിന്റ് എന്ന രീതിയിൽ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മലയാള കവിതയുടെ കാലാനുസൃതമായ പരിണാമങ്ങൾക്കൊപ്പം കക്കാടിന്റെ കവിത എങ്ങനെ രൂപപ്പെട്ടുവെന്നും ആധുനിക കവിതാ സങ്കല്പത്തെ എങ്ങനെ വേറിട്ട രീതിയിൽ കവി അടയാളപ്പെടുത്തി എന്നും ചുരുങ്ങിയ വാക്കുകളിൽ പരിശോധിക്കാനാണ് എൻ്റെ ശ്രമം. മലയാളത്തിൽ ഓഫ് ഹാൻഡായിട്ട് സംസാരിക്കുമ്പോൾ ഫ്ലുവൻസി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ എഴുതിയത് നോക്കി വായിക്കുന്നത്, ക്ഷമിക്കുക. 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആകെ വീശിയടിച്ച മോഡേണിസ്റ്റ് പോയിട്രിയുടെ അലയൊലികൾ മലയാളത്തിലും കേൾപ്പിച്ച കവികളിൽ ശ്രദ്ധേയനാണ് കക്കാട്. കാൽപ്പനിക സങ്കല്പങ്ങളുമായി ആകാശങ്ങളിൽ സ്വപ്നാടനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന നമ്മുടെ കവിതയെ മണ്ണിന്റെ ചൂടിലേക്കും വലിച്ചിറക്കിയ കവി. ശ്ലോകങ്ങളിൽ തുടങ്ങിയ സാഹിത്യ സപര്യ പിന്നിട്ട് കവിതകൾ എഴുതി തുടങ്ങിയ കക്കാടിന്റെ ആദ്യകാല കൃതികളിൽ കാൽപ്പനികതയുടെ അനുരണങ്ങൾ കാണാം. പിന്നീട് സോഷ്യലിസത്തിലും മറ്റും ആകൃഷ്ടനായതോടെ വക്രകുണ്ടലം, തീർത്ഥാടനം തുടങ്ങിയ ശീർഷകങ്ങൾ വിട്ട് ചെറ്റകളുടെ പാട്ട്, കഴുവേറിപ്പാച്ചന്റെ പാട്ടുകൾ തുടങ്ങിയ പേരുകളുള്ള കവിതകളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ധർമ്മസങ്കടങ്ങളും മധ്യവർഗത്തിന്റെ കപട സദാചാരങ്ങളും ഒക്കെ കവി ചോദ്യം ചെയ്തു. ആടടെ ചെറ്റെ ആട് മറ്റൊന്നുണ്ടി കെട്ട ജന്മത്തിൽ ചെയ്യാൻ എന്ന് രൂക്ഷമായ ഭാഷയിൽ കവി ചോദിച്ചു. അധികാരവർഗത്തിന്റെ അടിച്ചമർത്തൽ പ്രതിഷേധത്തിന്റെ ചെറുവിരൽ പോലും അനക്കാത്ത അലസതയുടെ ചെടിക്കുണ്ടിൽ കഴിയുന്ന ജനതയെ പോത്ത് എന്നല്ലാതെ എന്ത് വിളിക്കാൻ എന്ന് ആക്ഷേപഹാസ്യത്തിലൂടെ കവി ചോദിക്കുന്നു. ചത്തകാലം പോൽ തളം കെട്ടിയ ചടിക്കുണ്ടിൽ ശവനാവിൽ കുളിന്ന് തിന്ന ആവോളവും കൊഴുത്ത മെയ്യാകവേ താഴ്ത്തി നീ തൃപ്തനായി കിടക്കുന്നു എന്നാണ് കവി വിമർശിക്കുന്നത്. പാശ്ചാത്യ നവയുഗ കവിതകളുടെ ആശയങ്ങളും ശൈലികളും മലയാളത്തിലേക്ക് എത്തിച്ച കവികളിൽ കക്കാട് വ്യത്യസ്തനാവുന്നത് അദ്ദേഹം തൻ്റെതായ പെർസ്പെക്റ്റീവിൽ ഊന്നിക്കൊണ്ട് വഴിവെട്ടി മുന്നേറിയത് കൊണ്ടാണ്. യുദ്ധക്കെടുതിയിൽ ഇറങ്ങടിച്ചു പോയ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് ആ സമയത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും അനുഭവപ്പെട്ടു. ഗ്രാമീണ നിഷ്കളങ്കതയിൽ നിന്നും നാഗരികതയുടെ യാന്ത്രികതയിലേക്ക് കേരളവും മാറിയ കാലം. അതിനാൽ തന്നെ കക്കാടിന്റെ കവിതകളിലും നഗരജീവിതത്തിന്റെ തിരക്കും ഒറ്റപ്പെടലും നിറഞ്ഞു നിൽക്കുന്നു. പാതാളത്തിന്റെ മുഴക്കം പോലുള്ള കവിതകളിൽ ഇത്തരം ബിംബങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇവിടെയൊക്കെ കക്കാടിനെ സ്വാധീനിച്ചത് ടി.എസ്. എലിയറ്റ് എന്ന മഹാമേരുവാണെന്ന് നിസ്സംശയം പറയാം. എലിയറ്റ് ലണ്ടൻ നഗരത്തെ ഒരു സിമ്പലായി വേസ്റ്റ്ലൻഡിൽ ഉപയോഗിച്ചപ്പോൾ കക്കാട് തന്റെ കോഴിക്കോടിനെ ആധുനികതയുടെ പ്രതീകമായി ചിത്രീകരിച്ചു. എലിയറ്റിന്റെ അൺറിയൽ സിറ്റിയിലെ പോലെ
കക്കാടിന്റെ നഗരം ഉറങ്ങുന്നു, അഴുക്കുചാലുകൾ പിറുപിറുക്കുന്നു. ആൽഫ്രഡ് ജെ പ്രൂഫ്രോക്ക് എന്ന കവിതയിൽ ജീവിതത്തെ കോഫി സ്പൂണുകൾ കൊണ്ട് എലിയറ്റ് അളക്കുന്നുണ്ടെങ്കിൽ കക്കാട് കണ്ണാടി ചില്ലുകളും തുരുമ്പിച്ച ആണികളും ഉപയോഗിക്കുന്നു. കക്കാടും എലിയറ്റിനെ പോലെ ആധുനിക മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ചിത്രീകരിക്കാൻ പുരാണങ്ങളിലെയും ഉപനിഷത്തുകളിലെയും മിത്തുകൾ ഉപയോഗിക്കുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കവി എലിയറ്റിന്റെ തന്നെ സിദ്ധാന്തങ്ങളായ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവും ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റും തമ്മിലുള്ള ബന്ധത്തിന്റെ അനിവാര്യതയും സ്ഥാപിക്കുന്നു. അതേസമയം എലിയറ്റിൽ നിന്നും അതുപോലെ സമകാലീനരായ അയ്യപ്പ പണിക്കരെ പോലെയുള്ളവരിൽ നിന്നും തന്റെ ദാർശനികമായ പെർസ്പെക്റ്റീവ്സ് മൂലം കക്കാട് വേറിട്ട് നിൽക്കും. ഏപ്രിൽ ഇസ് എ ക്രൂവലസ്റ്റ് മന്ത് എന്ന് എലിയറ്റ് വിലപിക്കുമ്പോൾ കക്കാട് തിരുവോണത്തിനും ആർദ്ര നിലാവിനും നന്ദി പറയുന്നു. മൂന്നൊരു ശാന്തിമന്ത്രം ഉരുവിട്ടിട്ടും അശാന്തിയിലേക്ക് തിരികെ നടക്കുന്ന എലിയറ്റിനോട്, മിസ്റ്റർ എലിയറ്റ്, ഉരുകുന്ന അസ്ഥിയുടെ കടച്ചിൽ താങ്കൾക്ക് മനസ്സിലാകും. കരിയുന്ന നാടുകളിലൂടെ അമൃതം ഒഴുകുന്ന ശാന്തി താങ്കൾക്ക് അറിയില്ല എന്ന ചുട്ട മറുപടിയും കവി കൊടുക്കുന്നു. കാലത്തിന് ഇത്രമേൽ അടയാളപ്പെടുത്തി കാലാതീതനായ കവിയെ പറ്റി ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി.